ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ആദ്യം വന്ന ഉടനെ കുറച്ച് ഇറച്ചികളൊക്കെ ഒന്ന് വെട്ടി മാറ്റും. ഇത് വെച്ചാൽ വെട്ടി റെഡിയാക്കി വയ്ക്കും. കണ്ടില്ലേ, ഇന്ന് ആടാണ്. ഇത് കാൽഭാഗം, ഇത് കൈഭാഗം, ഇത് പള്ളഭാഗം, ഇത് ഒരു കാല്. അതായത് രണ്ട് കാല്, ഒരു കൈഭാഗം, ഒരു പള്ളഭാഗം, പിന്നെ ഒരു കുറുക്കിൻ്റെ ഭാഗം. ഇതെല്ലാം കൂടെ ഇന്ന് ഒരു ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഓവനിൽ കയറ്റി ഷവായൊക്കെ എടുക്കും. ഇതിൽ ചോറ് പ്രത്യേകം ഉണ്ടാകും. അതാണ് കേട്ടോ. പിന്നെ ചിക്കനുണ്ട്. ചിക്കൻ പണിക്കാർക്കാണ്. കണ്ടില്ലേ, കുറച്ച് ചിക്കനാണ്. ഇന്നലെ പണിക്കാർക്ക് മട്ടൻ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കോഴിയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇറച്ചിയിലോട്ട് കിട്ടാം. ഓക്കെ, ആദ്യം രാവിലെ വന്ന് ഇറച്ചികളൊക്കെ കുറച്ച് ഒക്കെ മാറ്റി വെച്ചാൽ നമുക്ക് പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുക്കാൻ പറ്റും. രണ്ട് പീസാക്കി കാലിൻ്റെ ഭാഗം. ജോയിൻറ്റ് കണക്കാക്കി വെട്ടിയാൽ നമുക്ക് എളുപ്പമാണ്. രണ്ട് പീസായതുകൊണ്ട് പിന്നെ ചെറുതായിട്ട് വെട്ടേണ്ട ആവശ്യമില്ല. അതിന് ഫുള്ളായിട്ട് ഇറച്ചി വലിയ പീസ് കാണണം. അതാണ് അത് കണക്ക്. അങ്ങനെ നമ്മുടെ ഇറച്ചി വെട്ടി കഴിയാറാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് വെട്ടാം കേട്ടോ. പുറത്ത് പൂച്ചകളൊക്കെ കാത്തിക്കൊണ്ട് ഇതിൻ്റെ വേസ്റ്റ് കിട്ടുമെന്നുള്ളത് ഞാൻ പൂച്ചയുടെ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? പൂച്ച വിളിക്കുന്നത് നമുക്കിത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഒതുക്കലുകളുണ്ട്. ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല എളുപ്പം. അല്ലെങ്കിൽ പണി തുടങ്ങുന്നത് 11:30 മണി, 11 ആയിട്ടില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ടൊമാറ്റോ സോസാണ് ചിക്കൻ കറി ഒഴിച്ചത്. ഇത് ജെരീസാണ്, ഗോതമ്പ് പോട്ടുള്ളത്. ഇത് ആടാണ് കേട്ടോ. എല്ലാം അടുപ്പത്തിരിപ്പുണ്ട്. ുള്ള കുബൂസാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഷവർമ കുബൂസ്, വെജിറ്റബിൾ പിസ്സ, ചീസ്, ടൊമാറ്റോ, ക്യാപ്സിക്കം, ചീസൊക്കെ ഇടുക. കുറച്ച് ബ്ലാക്ക് ഒലീവ്, ചീസ്,
അടുത്ത് കുറച്ച് ഷാത്തറാണ് കേട്ടോ. ഷാത്തർ ചീസ് ബ്രെഡിൽ കുറച്ച് ഇങ്ങനെ തൂറ്റുക. ഇത് അറബിയിൽ സാത്തർ എന്ന് പറയും. ഇതൊരു ഐറ്റംസാണ്. ചീസിൻ്റെ മീതെ തൂറ്റുക. ഇത് എള്ളും വേറെ എന്തൊക്കെ ഇതോ ഔഷധമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഓയിലിൽ ഇതൊരു ഐറ്റംസാണ്. അങ്ങനെ നമ്മൾ ഓവനിലോട്ട് കയറ്റാം കേട്ടോ. ഇത് ബ്രെഡ് ചീസാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ശരിയായിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് പിസ്സ എടുക്കണം. പിസ്സ ഇതാ ഓവനിലിരിപ്പുണ്ട്. പിസ്സ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആട് ഓവനിലോട്ട് കയറ്റാൻ പോകുക. സോസൊക്കെ ഒഴിച്ച് ഒന്ന് ചോപ്പിച്ചിട്ട് ഓവനിലോട്ട് കയറ്റാം കേട്ടോ. ഏകദേശം ഒതുങ്ങി ആടിനെ ഓവനിൽ കയറ്റിട്ടോ. ഇത് ചോപ്പിച്ച് കിട്ടണം. പിസ്സകളൊക്കെ മുറിച്ചു പത്തിലോട്ടാക്കി കേട്ടോ. ഇത് വെജിറ്റബിൾ പിസ്സയാണ് കേട്ടോ. വെജിറ്റബിൾ പിസ്സ. ബ്രെഡും കൂടെ അങ്ങ് ഓവനിലാക്കുക. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്ത് ഷവർമ്മയുടെ പണിയാണ് കേട്ടോ. കട്ടിലെ സോസ്, സലാഡ്, ചിക്കൻ, കുബൂസ്. ഇനി കുബൂസൊക്കെ നിരത്തി ഷവർമ്മയുടെ പണി. അങ്ങനെ ഷവർമ്മ അതാ കട്ടിലെ ഒക്കെ റെഡിയാക്കി ഓരോ നേരനാട്ട് ചുറ്റി സോസ് ഒഴിച്ച് ചുറ്റുക. പണിക്കാർക്ക് മലയാളിക്ക് മൊത്തത്തിൽ ഷവർമ്മ. ചുറ്റുക. ചുറ്റി പേപ്പറിൽ പൊതിയണം. മാറ്റിപ്പിടിങ്ങനെ ഓരത്തിങ്ങനെ ചുറ്റി മാറ്റുക. ഏകദേശം പണികളൊക്കെ ഒതുങ്ങി വരെയാണ് കേട്ടോ. കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി കഴിയും. നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആട് ഷവായാണ്. ഇത് എന്നത്തെ പോലത്തെ ആടല്ല. ഇത് ഇന്ത്യൻ്റെ ആടാണ് കേട്ടോ. അപ്പോൾ ആട് റെഡി ആയിട്ടുണ്ട്. ഇത് പണിക്കാർക്കുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ അവിടെ ഇരിപ്പുണ്ട്. എല്ലാം റെഡിയായി പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കോൺ സൂപ്പാണ്. കോൺ അറിയില്ലേ? കോൺ സൂപ്പ്. ഇത് ഗോതമ്പ് കൊണ്ട് ജരീസാണ്, അറബി സ്റ്റൈൽ. പിന്നെ ഇത് പുലാവാണ്, വൈറ്റ് പുലാവ്. ഓക്കെ. പിന്നെ ബിരിയാണി എന്നും പറയും. ബിരിയാണി സ്റ്റൈൽ മോഡലാണ് പുലാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പിന്നെ ഇത് സ്പെഷ്യൽ ഇന്നത്തെ കേട്ടോ. ബ്രെഡ്, പിസ്സ, ഷവർമ്മ, സമൂസ അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ നമ്മുടെ പണിക്കാർക്ക് ഇതാ കോഴിക്കറിയാണ് കേട്ടോ. ഇന്ന് ചിക്കൻ കറിയാണ്. കുറച്ചും വെച്ചോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.